ജീവനറ്റ് കിടക്കുന്ന പ്രിയതമന് തൊട്ടരികിൽ നിർവികാരയായി നിസ്സഹായ ഭാവത്തിൽ മുട്ടുകുത്തിയിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ആ കാഴ്ച അത്ര പെട്ടെന്ന് മറക്കാനാകുമോ? ദിവസങ്ങൾക്ക് മുൻപ് കശ്മീരിലെ പഹൽഗാമിൽ ഭീകരർ അഴിഞ്ഞാടിയപ്പോൾ ലോക മനസാക്ഷി പിടിച്ചുലച്ച ഒരു ചിത്രമായിരുന്നു അത്. ബൈസരൻ വാലിയിൽ ഭീകരരുടെ വെടിയേറ്റ് പിടഞ്ഞു മരിച്ച നാവിക സൈനികൻ ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ ജീവിത പങ്കാളി ഹിമാൻഷി നർവാൾ ആയിരുന്നു അത്. വിനയും ഹിമാൻഷിയും തമ്മിലുള്ള മാംഗല്യം കഴിഞ്ഞ് വെറും 6 ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അന്ന്. ഹണിമൂൺ ആഘോഷിക്കാൻ അവർ തിരഞ്ഞെടുത്തത് കശ്മീരിന്റെ ആ മനോഹര താഴ്വാരമായിരുന്നു. എന്നാൽ മധുവിധു തീരും മുൻപേ ആ ദാമ്പത്യം ഭീകരരുടെ കരങ്ങളാൽ പൊലിയുകയും ചെയ്തു. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾക്കും കശ്മീരികൾക്കുമെതിരെ വിദ്വേഷ സംഭവങ്ങൾ ഇരട്ടിയായിരിക്കുകയാണ്. പലയിടത്തും ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. സംഭവത്തെ മുസ്ലിം വിരുദ്ധ വിദ്വേഷം ആളിക്കത്തിച്ച് വോട്ടും അധികാരവും ഉറപ്പിക്കാനുള്ള സുവർണ അവസരമാക്കി ഉപയോഗിക്കുന്നവരുമുണ്ട്. ഇതിനിടയിലാണ് ഹിമാൻഷി തന്നെ നേരിട്ട് വന്ന് ഇപ്പോൾ രാജ്യത്തോട് മുഴുവനുമായി സുപ്രധാനമായ ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. പഹൽഗാമിൽ നടന്ന സംഭവങ്ങളുടെ പേരിൽ മുസ്ലിങ്ങളെയും കശ്മീരികളെയും വേട്ടയാടരുതെന്നാണ് അവർ അപേക്ഷിച്ചിരിക്കുന്നത്. ഹരിയാനയിലെ കർണാളിൽ വിനയ് നർവാളിന്റെ 27ാം ജന്മദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിനിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഹിമാൻഷി. BJP നേതാവും സ്ഥലം MLAയുമായ ജഗ്മോഹൻ ആനന്ദ് ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിക്കിടെയാണ് അവർ ഇത്തരം ഒരു പരാമർശം നടത്തിയത് എന്നതും കൂടുതൽ ശ്രദ്ധേയമാണ്. വിനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാത്രമാണ് രാജ്യത്തോട് മുഴുവൻ തനിക്ക് ആവശ്യപ്പെടാനുള്ളതെന്ന് ഹിമാൻഷി പറഞ്ഞു. അദ്ദേഹം എവിടെയാണെങ്കിലും ആരോഗ്യത്തിലും സമാധാനത്തിലും ഇരിക്കട്ടെ. സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടന്നത്. ഇതോടൊപ്പം ഒരു കാര്യം കൂടിയുണ്ട്. ഒരാൾക്കെതിരെയും വിദ്വേഷം പ്രചരിപ്പിക്കരുതെന്നാണ് എല്ലാവരോടും ആവശ്യപ്പെടാനുള്ളത്. ചിലർ മുസ്ലിങ്ങളെയും കശ്മീരികളെയും വേട്ടയാടുകയാണ്. അത് ശരിയല്ല. സമാധാനമാണ് നമുക്ക് വേണ്ടത്, സമാധാനം മാത്രം, ഹിമാൻഷി പറഞ്ഞു. വിനയ്ക്ക് നീതി ലഭിക്കണമെന്നും അവർ പറഞ്ഞു. അദ്ദേഹത്തോട് ഈ അരുതായ്മ ചെയ്തവരെ ശിക്ഷിക്കുക തന്നെ വേണം. നമ്മൾക്കൊക്കെ അഭിമാനം തന്നെയാണ് അദ്ദേഹം. ആ അഭിമാനം എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണമെന്നും ഹിമാൻഷി നർവാൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 22-നായിരുന്നു പഹൽഗാമിലെ ബൈസരൻ വാലിയിൽ രാജ്യത്തെ ഞെട്ടിച്ച ഭീകരാക്രമണം നടന്നത്. തോക്കുധാരികളായ ഭീകരർ താഴ്വാരത്തുണ്ടായിരുന്ന വിനോദസഞ്ചാരികൾക്കു നേരെ നിറയൊഴിക്കുകയായിരുന്നു. സംഭവത്തിൽ വിനയ് നർവാളും കൊച്ചി ഇടപ്പള്ളി സ്വദേശി N രാമചന്ദ്രനും ഉൾപ്പെടെ 26 പേരാണ് കൊല്ലപ്പെട്ടത്. ഹരിയാനയിലെ SRM യൂണിവേഴ്സിറ്റിയിൽ നിന്ന് B.Tech നേടിയ വിനയ് സർവീസസ് സെലക്ഷൻ ബോർഡ് പരീക്ഷ നേടിയാണ് സൈന്യത്തിലെത്തുന്നത്. പിന്നീട് നേവിയിൽ സെക്കൻഡ് ലെഫ്റ്റനന്റായി ജോയിൻ ചെയ്തു. 18 മാസം മുൻപാണ് ലെഫ്റ്റനന്റായി പ്രമോഷൻ ലഭിക്കുന്നത്. ഹിമാൻഷി ഗുരുഗ്രാമിലെ ഒരു സർവകലാശാലയിൽ PhD ഗവേഷകയാണ്. ഇരുവരുടെയും അച്ഛന്മാർ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നാണ് വിവരം. അങ്ങനെയാണ് രണ്ടുപേരെയും കല്യാണം കഴിപ്പിക്കാനും ഇരു കുടുംബങ്ങളും തീരുമാനിക്കുന്നത്. ഏപ്രിൽ 16-നായിരുന്നു വിനയും ഹിമാൻഷിയും തമ്മിലുള്ള വിവാഹം നടന്നത്. വിവാഹശേഷം ഹണിമൂണിനായി സ്വിറ്റ്സർലൻഡിൽ പോകാനായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത്. എന്നാൽ വിസ നടപടിക്രമങ്ങൾ നീണ്ടതിനാൽ ആ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീടാണ് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന പഹൽഗാമിലെ ബൈസരൻ വാലിയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. ഭീകരാക്രമണം നടന്നതിന്റെ തൊട്ട് തലേ ദിവസം ഏപ്രിൽ 21-നാണ് ദമ്പതികൾ പഹൽഗാമിൽ എത്തുന്നത്. താൻ ബേൽപൂരി കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഭീകരർ വന്ന ഭർത്താവിനെ കൊലപ്പെടുത്തിയതെന്ന് അവർ വെളിപ്പെടുത്തിയിരുന്നു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി രാമചന്ദ്രന്റെ മകൾ ആരതിയും കർണാടകയിലെ ഷിമോഗ സ്വദേശി മഞ്ജുനാഥിന്റെ ഭാര്യ പല്ലവിയും നാട്ടുകാരായ കശ്മീരികൾ ചെയ്ത സഹായത്തെക്കുറിച്ച് നേരത്തെ മനസ്സ് തുറന്നിരുന്നു. തങ്ങളുടെ ഡ്രൈവർമാരായിരുന്ന സമീറും മുസാഫിറുമാണ് ആ ഭീകര ദിവസം എല്ലാ സഹായങ്ങളും ചെയ്തതെന്നും ഏട്ടനും അനിയനും പോലെയാണ് അവർ തങ്ങളോട് പെരുമാറിയതെന്നുമായിരുന്നു ആരതി വെളിപ്പെടുത്തിയത്. ഭർത്താവ് മരിച്ചു വീണപ്പോൾ നാട്ടുകാരായ കശ്മീരികളാണ് തന്നെയും മകനെയും രക്ഷിച്ചതെന്ന് പല്ലവി മഞ്ജുനാഥും വെളിപ്പെടുത്തി. സഹോദരങ്ങളെ പോലെയാണ് അവർ തങ്ങളോട് ഇടപെട്ടതെന്നും അവർ മനസ്സ് തുറന്നിരുന്നു.